അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന തത്വങ്ങൾ അതൊക്കെയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായി പരിശുദ്ധമായ ബറക്കാത്തുകൾ ചൊരിയുന്ന ഈ പുണ്യമായ മാസം റജബ് മാസം, ഇവിടെ ഇഖ്ലാസോടെ നമ്മൾ ഇരിക്കുമ്പോ, ഒരല്പസമയം ആത്മാർത്ഥതയോടെ ഇരിക്കുമ്പോ അള്ളാഹു നൽകുന്ന തൗഫീഖ് ചെറുതല്ല. ഒരു ഇൽമിന്റെ മജ്ലിസിലേക്ക് ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു റക്അത്ത് ഒരു വഖത്ത് നിസ്കരിക്കാത്ത മത്സ്യക്കച്ചവടക്കാരനായ പാവപ്പെട്ട അലി അക്ബർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ മീൻ വിറ്റ് പാതിരാ സമയത്തോടടുക്കുമ്പോൾ കടന്നു വന്ന് തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ ആരിഫായ വലിയായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്റെ നാട്ടുകാരനാണ്, സ്വദേശിയാണ്. അല്ലാഹു എടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനവരുടെ സദസ്സിലേക്ക് വന്നിരുന്നതിന്റെ പേരിലുണ്ടായ അത്യത്ഭുതകരമായ മാറ്റങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്താണ് ശ്രദ്ധിച്ചാൽ പറഞ്ഞത്? ജീവിതത്തിൽ ഒരു റക്അത്ത് നിസ്കരിക്കാത്ത, ഒരു വഖത്ത് നിസ്കരിക്കാത്ത, ഒരു നോമ്പെടുക്കാത്ത, അല്ലാഹ് എന്ന് ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞ പാരമ്പര്യമില്ലാത്ത, ഒരു മഴ പെയ്തിട്ട് മദർസയുടെ തിണ്ണയിലേക്ക് കയറി നിന്ന ഒരു പാരമ്പര്യമില്ലാത്ത, അലിഫ് എന്ന അക്ഷരമറിയാത്ത ഒരു മത്സ്യക്കച്ചവടക്കാരനായ പാവപ്പെട്ടവന്റെ കൽബിലേക്ക് ചാട്ടുളുപോലെ തടവാ ഉസ്താദിന്റെ വാക്കുകൾ വന്നു തറച്ചപ്പോൾ പഴയ സൈക്കിൾ അവിടെ സ്റ്റാൻഡിൽ വെച്ച് സദസ്സിലേക്ക് വന്നിരുന്നു. ആ ഇരുന്നത് മുതൽ പിന്നെ മരണം വരെ ഉണ്ടായ അത്ഭുതകരമായ മാറ്റം ചെറുതല്ല.